50കളുടെ തുടക്കത്തിൽ മാർത്തോമാ സഭയുടെ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ ഒരു മധ്യസ്ഥ പ്രാർത്ഥന കൂടി യോഹന്നാൻ മാർത്തോമാ തിരുമേനി എഴുതി ചേർത്തു. ഞാൻ ആ പ്രാർത്ഥന വായിച്ചു. എന്തൊരു പ്രാർത്ഥനയാണിത്! എന്തൊരു വിപ്ലവ ആഹ്വാനമാണത്! ഈ നാട് മാറ്റിമറിക്കാൻ, ഈ നാടിൻ്റെ സാമൂഹ്യ വ്യവസ്ഥിതി മുഴുവൻ മാറ്റിമറിക്കാനുള്ള അതിനേക്കാൾ വലിയ ഒരു വിപ്ലവാഹ്വാനം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് കരുതുന്നില്ല. പ്രാർത്ഥനയുടെ രൂപത്തിലാണ്. അല്ലയോ കർത്താവേ, മുതലാളിയും തൊഴിലാളിയും, ധനികനും ദരിദ്രനും, ഭൂ ഉടമയും കൂലിപ്പണിക്കാരും, ഉന്നതരും താഴ്ന്നവരും ഒക്കെ ആയി ഞങ്ങളെ വിഭജിപ്പിച്ച് ഉള്ള ഈ സാമൂഹ്യ ഘടനയുടെ അനീതി അത് ഞങ്ങളെ ബോധ്യപ്പെടുത്തണമേ. അതിൻ്റെ ബോധം, ഈ സാമൂഹ്യ ഘടനയുടെ, ഈ സോഷ്യൽ സ്ട്രക്ചറിൻ്റെ ഈ ഘടനയെക്കുറിച്ച് ഞങ്ങളെ ബോധ്യപ്പെടുത്തണമേ. പകൽ മുഴുവൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ടും സാമ്പത്തിക സാമൂഹ്യ നിലവാരം ഉയരാതെ, അധ്വാനിക്കുന്നതിൻ്റെ ബലം പോലും, അതിൻ്റെ അംശം പോലും, അതിൻ്റെ അവകാശം പോലും ലഭിക്കാതെ ഉള്ള ഈ സാമൂഹ്യ വ്യവസ്ഥിതിയെ മാറ്റിമറിക്കാനുള്ള എല്ലാ നല്ല ശ്രമങ്ങളും സഫലമാകണമേ. അതിൽ കൂടുതൽ എന്താ പറയുന്നത്? എന്നിട്ട് ക്രിസ്തീയ നീതി സാമൂഹ്യ ഘടനയിൽ ഉണ്ടാക്കി സാമൂഹ്യ വ്യവസ്ഥിതിയെ മാറ്റണം. ക്രിസ്തീയ നീതിക്ക് അനുരോധമായി സാമൂഹ്യ ഘടനയെയും സാമൂഹ്യ വ്യവസ്ഥിതിയെയും മാറ്റണം. എന്തൊരു പ്രാർത്ഥനയാണ്! എന്തൊരു തീക്ഷ്ണമായ വാക്കുകളാണ്! ദൈവത്തോട് മനം നൊന്ത് സാധാരണക്കാരന് വേണ്ടി, പാവപ്പെട്ടവന് വേണ്ടി, അധ്വാനിക്കുന്നവന് വേണ്ടി, ഭാരം ചുമക്കുന്നവന് വേണ്ടി ക്രിസ്തു ചെയ്തതുപോലെ അവനോട് പ്രാർത്ഥിക്കുകയാണ്. നീ അവന് വേണ്ടി ഈ നാടിൻ്റെ സാമൂഹ്യ ഘടനയും ഈ സാമൂഹ്യ വ്യവസ്ഥിതിയും മുഴുവൻ മാറ്റിമറിക്കണമേ എന്ന് ഒരു പ്രാർത്ഥനയുടെ രൂപത്തിൽ നടത്തിയ വിപ്ലവാഹ്വാനം, അതിനേക്കാൾ അത്ഭുതപ്പെടുത്തിയ, വിസ്മയപ്പെടുത്തിയ മധ്യസ്ഥ പ്രാർത്ഥനയാണ് എന്ന് പറയാതെ വയ്യ.